ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഒരു നല്ല ബർഫിയുടെ റെസിപ്പിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. കോക്കനട്ട് ബർഫിയാണ് കേട്ടോ. മധുരപ്രിയർക്ക് ഇത് ഏറെ ഇഷ്ടമാകും, ഒരു സംശയമില്ല. മധുരം ഇഷ്ടമില്ലാത്തവർക്കും ഇതെന്തായാലും ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് റൈസിൻസും കാഷ്യൂനട്ട് നമ്മൾ സാധാരണ പായസത്തിനൊക്കെ റോസ്റ്റ് ചെയ്യും പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് കടിക്കാൻ കിട്ടുന്നത് വലിയ ടേസ്റ്റാണേ. അപ്പോൾ ഇത് നന്നായിരിക്കും. ഇത് ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കൊന്ന് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതേ ഗീയിൽ തന്നെ ഞാൻ ഇനി തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 കപ്പ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ചെറുതായിട്ട് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ട് എല്ലാം ഈവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ തീരെ വെള്ള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, തേങ്ങയുടെ കറുത്ത കഷ്ണമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ വൈറ്റ് കളറാണ് നല്ലത്. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് ചെറിയ ഫ്ലെയിമിലൊന്ന് ഇതുപോലെ ഒന്ന് മുരിച്ച് എടുക്കാം. പക്ഷേ ഒരുപാട് കളർ ചേഞ്ച് ഒന്നും വേണ്ട, അതിൻ്റെ ആ ഈർപ്പം മാറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പഞ്ചസാര ചേർക്കുക എന്നതാണ്. അപ്പോൾ പഞ്ചസാര ഞാനിവിടെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാൻ 1 കപ്പ് ചേർത്തിട്ടുണ്ട്, കുറച്ചുകൂടെ കൂടുതൽ ചേർത്തു. അപ്പോൾ എനിക്കിത് പഞ്ചസാര കൂടുതലായിട്ടാണ് തോന്നിയത്. നിങ്ങൾ 1 കപ്പ് ചേർത്താൽ മതിയാകും. അപ്പോൾ പഞ്ചസാര ഇടുമ്പോഴത്തേക്ക് ഒരു കാര്യമുണ്ട്, നന്നായിട്ടത് മെൽറ്റ് ആവും. അതിന് മുന്നേ ഞാൻ 2 ടേബിൾ സ്പൂൺ പാലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാലിന് പകരം വെള്ളവും യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. പാലാകുമ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കും. പാലൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്ക് അതൊന്ന് ഒരു ലിക്വിഡ് സ്റ്റേജിലായി. ഞാൻ ഇനി ഒരു കളർഫുൾ ആട്ടെ എന്ന് വെച്ചാൽ ഒരു ഡ്രോപ്പ് കളർ കൂടെ ചേർക്കുന്നുണ്ട്, ഒരു പിങ്ക് കളറൊന്നും വേണ്ട കേട്ടോ. വീട്ടിൽ ചേർക്കുമ്പോൾ നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നാച്ചുറൽ കളർ മതിയാകും. ഇനി ഞാൻ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ ടെക്സ്ചർ ഇതേപോലെ മാറിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ കൈയെടുക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒരു ലിക്വിഡ് സ്റ്റേജിൽ വരുന്നത് ക്രമേണ അതൊരു സോളിഡ് സ്റ്റേജിലായിട്ട് മാറിക്കോളും. അപ്പോൾ അത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നതാണ് അതിൻ്റെ പരുവം. മാക്സിമം ഒരു 10 മിനിറ്റേ എടുക്കുകയുള്ളൂ. ഇതുപോലെ ആവും. അപ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റൈസിൻസും നട്ട്സും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നേരത്തെ ഒരു പാത്രം നെയ്യ് തടവി വെച്ചേക്കണം കേട്ടോ, ഒരു പ്ലേറ്റോ എന്തെങ്കിലും മതി. അപ്പോൾ അതിലേക്ക് നമുക്കിതൊന്ന് പിന്നീട് അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ട് 1 അവർ വെയിറ്റ് ചെയ്യുക, അതാണ് അതിൻ്റെ ടൈം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാൻ നേരത്തെ നെയ്യ് പുരട്ടി വെച്ചിരുന്ന ഒരു പാത്രമാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ബട്ടർ പേപ്പർ ഇട്ടിട്ടും ചെയ്യാം, അപ്പോൾ എളുപ്പം ഇളകി വരും. ഇനി നമുക്കിതൊരു 1 അവർ കറക്റ്റ് 1 അവർ വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ഞാൻ കുറച്ച് സമയം കൂടെ നോക്കി കേട്ടോ. 1 അവർ കഴിഞ്ഞു ഞാൻ എടുത്തപ്പോഴത്തേക്ക്. അപ്പോൾ അതെനിക്ക് ശരിയായിട്ടില്ലെന്ന് തോന്നിയാണ് ഞാൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തേ. അപ്പോൾ ചിലർക്ക് 1 അവർ ആകുമ്പോഴത്തേക്കാകും. എന്തായാലും നല്ല ടേസ്റ്റാണ്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഈ സംഭവം ഉണ്ടാക്കി നോക്കാം. ഫംഗ്ഷൻ അല്ലെങ്കിൽ പോലും നമുക്ക് മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഉച്ചയ്ക്കൊക്കെ ഊണ് കഴിഞ്ഞിട്ട് ചിലർക്ക് മധുരം കഴിക്കണമെന്നൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ഉള്ളവർ ഇതുപോലത്തെ എളുപ്പത്തിലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല റെസിപ്പീസിന് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നല്ല വീഡിയോസിൻ്റെ കമൻസൊക്കെ നിങ്ങൾ ഇടാറുണ്ട്. ഇനിയും ഇതുപോലെയുള്ള നല്ല കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഇതുപോലൊരു ടേസ്റ്റി എപ്പിസോഡുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.